ഈ കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, കുട്ടികൾ രാത്രി വല്ലതും ചെയ്യുമോ എന്നുള്ള ഭയത്തിലാണ് ഓരോ രക്ഷകർത്താക്കളും. കുറച്ചു നേരം അച്ഛൻ ഉണർന്നിരിക്കും, കുറച്ചു നേരം അമ്മ ഉണർന്നിരിക്കും. അങ്ങനെയാ ഞങ്ങളുടെ മോൻ എങ്ങനെയാ ഉറങ്ങുന്നുണ്ടോ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചൈൽഡ് വെൽഫെയറിന്റെ ഓഫീസിനോ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ ആരെയും കണ്ടില്ല. കൗൺസിലിംഗ് ആവശ്യമാണെന്നൊക്കെ പോലീസുകാർ അവിടെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. അപ്പൊ അടി കൊണ്ട കുട്ടികളെ പോലും അവർക്ക് എങ്ങനെ ഉണ്ടെന്ന് തിരക്കാൻ പോലും ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല. നമസ്കാരം. സംസ്ഥാന സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാകുന്ന പ്രവൃത്തിയാണ് പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഭവിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് പോലീസ് എടുത്ത പോക്സോ കേസ് അത് ഇല്ലാതെയാകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിക്കുന്നു, ചിലവരെ മർദ്ദിക്കുന്നു. അങ്ങനെ വലിയ വിഷമത്തിലായി മാറിയിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ തന്നെയും. എന്നാൽ പോലീസിനെതിരെ യാതൊരു നടപടിയും ഇതുവരെ ആഭ്യന്തര വകുപ്പ് കൈക്കൊണ്ടില്ല എന്ന പരാതി ഉയരുകയാണ്. ഒപ്പം ഈ കുട്ടികൾ വലിയ മാനസിക വിഷമത്തിലാണ്. ആ കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് പോലെയുള്ള യാതൊരു പ്രവൃത്തികളും നടപടികളും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തോ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്നാണ് പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ട ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. സ്റ്റേഷനിൽ നിന്നല്ല സാർ, സ്റ്റേഷൻ നമ്മൾ ആ കുട്ടികൾ ഇരിക്കുന്ന ആ ചൈൽഡ് വെൽഫെയർ ഓഫീസിന്റെ അടുത്തോട്ട് ചെല്ലുമ്പം അവർ പറയുന്ന അപ്പുറത്ത് ചെയർ ഇട്ടിട്ടുണ്ട്, ഒരു റൂം പണിതിട്ടുണ്ട്, അവിടോട്ട് പോകും. കാരണം ഈ കുട്ടികളുടെ അടുത്തോട്ട് ചെല്ലാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ തന്നെ എൻ്റെ ബാക്കിൽ ഒരു ടോയ്ലറ്റ് ഉണ്ട്. കുട്ടികളോട് എന്തോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 പ്രാവശ്യം ബാത്റൂമിൻ്റെ സൈഡിൽ കൂടെ ഇവർക്ക് മനസ്സിലായി ചെക്ക് ചെയ്യാനുള്ള പോക്കാന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു ഇനി ഇതിലെ ആരെയും കടത്തി വിടരുത്. അതുകൊണ്ട് അവിടെ പോലീസുകാർ നിൽക്കുന്നു, അപ്പുറത്ത് നിൽക്കുന്നു. പോലീസ് കുട്ടികളുടെ എല്ലാം പുറകിലായിട്ട് 2-3 പോലീസ് ഒരു എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ നിൽക്കുന്നത്. ഈ കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, കുട്ടികൾ രാത്രി വല്ലതും ചെയ്യുമോ എന്നുള്ള ഭയത്തിലാണ് ഓരോ രക്ഷകർത്താക്കളും. ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ കുറച്ചു നേരം അച്ഛൻ ഉണർന്നിരിക്കും, കുറച്ചു നേരം അമ്മ ഉണർന്നിരിക്കും. അങ്ങനെയാ ഞങ്ങളുടെ മോൻ എങ്ങനെയാ ഉറങ്ങുന്നുണ്ടോ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കുട്ടികൾ നല്ല ഉറക്കമായിട്ട് നമുക്ക് ഉറങ്ങാൻ പോലും തോന്നുന്നില്ല. നമ്മുടെ കുട്ടികളുടെ ജീവന്റെ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നാണക്കേട് എല്ലാവരും പറയുന്ന, മീഡിയക്കാരും പോലീസുകാരും എല്ലാം പറയുന്നത് ഇതാരും ലോകം അറിഞ്ഞിട്ടില്ല. ഈ സ്ഥലത്ത് നിന്ന് എത്ര കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ ഏതൊക്കെ കുട്ടികളാണെന്ന് ഈ ദേശം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇതിനായിട്ട് മുകളിൽ നിന്ന് ചൈൽഡ് വെൽഫെയറിന്റെ ഓഫീസിനോ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ ആരെയും കണ്ടില്ല. കൗൺസിലിംഗ് ആവശ്യമാണെന്നൊക്കെ പോലീസുകാർ അവിടെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. പക്ഷെ ഓരോ ആൾക്കാരെ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം പക്വതയില്ലാത്ത കുട്ടികളെ ചെയ്യാത്ത തെറ്റിന് കേസിൽ അടിച്ചേൽപ്പിക്കാൻ അവർക്ക് ഭയങ്കര വിരുദായിരുന്നു. പക്ഷെ ഈ തെറ്റിന്റെ കാര്യം എങ്ങനെയാണ്, ഇതിനകത്ത് അകപ്പെട്ടാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ അത് നമുക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല. പക്ഷെ ആ അറിയാവുന്ന വ്യക്തികൾ പോലും സ്കൂൾ പരമായിട്ടോ അല്ലാതെ ആണെങ്കിലോ ഈ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ ഇന്ന് വരെ മുതിർന്നിട്ടില്ല. അപ്പോൾ അടി കൊണ്ട കുട്ടികളെ പോലും അവർക്ക് എങ്ങനെ ഉണ്ടെന്ന് തിരക്കാൻ പോലും ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല. ഈ പോലീസുകാർ ഇതിനെല്ലാം ഒത്തുതീർപ്പാക്കി എല്ലാം റെഡിയാക്കി നിങ്ങളുടെ കുട്ടികളെ പൂർണ്ണമായി ഇതിൽ നിന്ന് മാറ്റിത്തരാമെന്ന് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ മാറ്റിത്തരാമെന്ന് പറഞ്ഞത് സാറുമാരാ, SI സഹിതം വന്ന് പറഞ്ഞ സ്കൂളിൽ. പക്ഷെ ഇന്ന് ഇത്രയും സമയമായിട്ടും അതിനെതിരെ ഒരു നിയമവും നടപടിയും എടുത്തിട്ടില്ല. പോലീസുകാർ കൂടുതൽ പോലീസ് സ്റ്റേഷനിലെ സാറാ വന്നത്. ഇന്നലെ സ്കൂളിൽ വന്ന് പുള്ളി ഇതിനെ പറ്റി സംസാരിക്കാതെ വേറെ ഓരോ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു പൗരൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഞങ്ങൾ ഇത് കേൾക്കാനല്ല വന്നത്, ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ കുട്ടികൾക്ക് സംഭവിച്ചത് എന്തെന്ന് അറിയാനാണ് ഞങ്ങൾ വന്നത്, നിങ്ങൾ അത് സംസാരിക്കാൻ പറഞ്ഞു. ഇതിൽ ഓരോ ഭാഗത്തു നിന്നും ഓരോ രക്ഷകർത്താക്കൾ എഴുന്നേറ്റ് അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരൻ വിറയ്ക്കാൻ തുടങ്ങി. പുള്ളിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം അവർ ചെയ്ത തെറ്റാണ്. അവർ ഒരു നിയമവും അതിൻ്റെ വഴിക്ക് പോക്കാതെ ഞങ്ങൾ ചെയ്യുന്നതാണ് ഓക്കെ, ഞങ്ങൾ ചെയ്യുന്നത് കറക്റ്റാ എന്ന് വെച്ചാൽ അവർക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര പ്രതികളെ, അതിന് പ്രായപൂർത്തിയായവരായിക്കോട്ടെ ആകാത്തവരായിക്കോട്ടെ, ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പാവപ്പെട്ട കുട്ടികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിലങ്ങു വിട്ട് നിർത്തി രാത്രിക്ക് രാമായണം എടുത്തിട്ട് അടിച്ചു. കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ ആരെങ്കിലും ചെല്ലുന്നുണ്ടോ, ഈ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ ചെല്ലുന്നുണ്ടോ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു ചോദിക്കുന്നുണ്ടോ? ഒന്നുമില്ല. രക്ഷകർത്താക്കൾ കിടന്ന് അനുഭവിക്കുക.
കേരള പോലീസിന് സംഭവിച്ച വലിയൊരു വീഴ്ച തന്നെയാണ് കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായത്. ഈ ഒരു വ്യാജ പരാതിയെ തുടർന്ന് കൗൺസിലിൽ നിന്ന് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് FIR ഇടുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ഉന്നയിച്ച ഏതാനും ചില കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ട്, മുതിർന്നവരായ 20 വയസ്സുള്ള കുട്ടികളുണ്ട്, അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. തലേ ദിവസം കസ്റ്റഡിയിലെടുത്ത ഈ 2 പ്രായപൂർത്തി ആയ കുട്ടികൾക്ക് ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വരുന്നു. മറ്റ് വിദ്യാർത്ഥികളെ, പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മാനസികമായി പീഡിപ്പിക്കുന്നു, അവരെ ഭയപ്പെടുത്തുന്നു. അങ്ങനെ കുട്ടികൾ വലിയ മാനസിക സംഘർഷമാണ്, ശാരീരികമായ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നത്. ഈ സംഭവം വലിയ ചർച്ചയായിട്ടും ഇതുവരെയും പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഈ പോലീസുകാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കുട്ടികൾക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുന്നതിനായി ആവശ്യമായ കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ഉന്നത ജനപ്രതിനിധികൾ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളെ സാന്ത്വനിപ്പിക്കാനായി എത്തിയിട്ടില്ല, ഞങ്ങളെ ഇപ്പോഴും അവർ അവഗണിക്കുന്നു എന്നാണ് ഈ കുടുംബാംഗങ്ങൾ ഒക്കെ പറയുന്നത്. കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ആവശ്യമുയരുന്നത്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.